അയ്യോ അസലായിട്ടുണ്ട്. ബാക്കിയുടെ പാടൂ. അയ്യോ പാടു കുട്ടി. വിടില്ല നിന്നെ ഞാൻ. സത്യമായിട്ട് എനിക്ക് അറിയില്ല അമ്മമ്മ. കള്ളം പറയണ്ട, ഞാൻ കേട്ടൂല്ലോ. എന്താ എന്ത് ഭംഗിയായിട്ടാ അവള് പാടണേ. ഇതിപ്പോ അവിടുന്ന് ഇവിടുന്ന് ഇത്തിരിച്ചേ കേക്കണുണ്ട്. ഞാൻ ഒന്ന് മുഴുവൻ പാടി തരാൻ പറഞ്ഞ അമ്മയ്ക്ക് മാത്രമായിട്ട് പാടിത്തരാം. സത്യമായിട്ടും. എന്താ ഒരു സ്വകാര്യം? വലിയ നാണക്കാരിയാ. പാട്ടും ഡാൻസും ഒക്കെ കുറെ ഉണ്ടേനും കയ്യില്. എന്താടാ അനിയത്തി വിളിച്ചാ നീ ഓടി വരുമല്ലേ? ഈ അമ്മയുടെ ഓരോ വർത്തമാനം. കഴിഞ്ഞ മാസം 4 ദിവസം ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതാര് വിളിച്ചിട്ടാ? ഇനി കുറച്ച് ദിവസത്തേക്ക് എല്ലാ തിരക്കും അങ്ങോട്ട് മാറ്റി വെക്കുക. അവള് തന്നെ പറയും. ബാലേട്ടൻ ഇരിക്കൂ. മനുവിന്റെ കാര്യ. മനുവിന്റെ കാര്യോ? അവനെന്താ? അവൻ പോവല്ലേ സ്റ്റേജിലേക്ക്? ഉവ്, അങ്ങനെ ഒരു ആലോചന വന്നപ്പോ ഞാൻ ആദ്യം വിളിച്ചത് നമ്മുടെ പാലത്തെ വേണുമേന്റെ ഭാര്യ സുമത്തിനെയാ. അവര് ലോസ് ഏഞ്ചൽസിലാണല്ലോ. എന്റെ കോളേജ് മേറ്റ് അവള്. ഒരു മാറ്റവും ഇല്ല കേട്ടോ, പഴയ ആ പ്രകൃതൊക്കെ തന്നെ. നീ ധൈര്യമായിട്ട് ഇങ്ങടെ അയക്കേന്ന് പറഞ്ഞു. അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗില് മാസ്റ്റേഴ്സ് ഡിഗ്രിയും ചെയ്യാം. കൂട്ടത്തില് വേണുമേന്റെ പരിചയത്തിലൊരു കമ്പനിയില് ജോലി റെഡിയായിട്ടുണ്ട്. അവരുടെ കൂടെ താമസം കൂടി ആവുമ്പോ നമുക്കൊരു മനസമാധാനം ആവൂല്ലോ. അവർക്കൊരു മോളാ. ഇവിടെ നാട്ടിൽ പഠിച്ച കുട്ടിയാ. ആ വക മറുനാടൻ ശീലങ്ങളൊന്നുമില്ല. അവളെ മനുവിന് ആലോചിച്ചാലോ എന്നൊരു പറച്ചിലടക്കുണ്ടായി. എല്ലാം 2 ദിവസം കൊണ്ടുണ്ടായ ഡെവലപ്മെന്റ്സ് ആണ്. ഇന്നലെ ഞാനും സുമവും മേനും കൂടി കണ്ടു. കുട്ടികളുടെ ജാതകം നോക്കിയപ്പോ നന്നായിട്ട് ചേരുന്നുണ്ട്. എന്നിട്ട് ഉറപ്പിച്ചോ? ഉവ്, വരണം 19-ാം തീയതി. ഇവിടെ ഗുരുവായൂർ നടക്കിൽ വെച്ച് ആർഭാടൊന്നും ഇല്ലാണ്ട്. എന്തായി പറയണേ? 19 എന്ന് പറയുമ്പോ ഇനിയിപ്പോ എത്ര ദിവസമുണ്ട്? 7 ദിവസം. ഉവ്, ഞാൻ കുമ്പിടിയോട് ഒരു താമ്പൂല പ്രശ്നം വെക്കാൻ പറഞ്ഞു. ആ തീയതി മാറരുതെന്ന് ആ കുമ്പിടിയും പറയണേ. അല്ല, ഈ 7 ദിവസം കൊണ്ട് അങ്ങട് എത്തിക്കിട്ടുവോ? എന്റെ കൂടെ നിങ്ങൾ രണ്ടാളും ഉണ്ടായാല് ഭംഗിയായിട്ട് നടക്കും. ഒരു പാഴ്മുഖന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ടാ വന്നത്. നോക്കിയാ കാണാത്ത ഉയരത്തിലുള്ളത് എനിക്ക് വിധിച്ചിട്ടുള്ളതല്ലെങ്കിൽ എന്നെ നേർവഴിക്ക് നടത്തണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നില്ലേ? എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ? ആണോ? എന്നും കെടാണ്ട് ഈ തിരി തെളിയിച്ചതിന് തന്നതാ? വേണ്ട, ഇനി ഞാൻ തിരി തെളിയിക്കില്ല. എന്നെ ഇരുട്ടിലാക്കിയിട്ട് വെളിച്ചത്ത് നിന്ന് ചിരിക്കണ്ട. എനിക്ക് കാണണ്ട ഈ മുഖം. മനു, അച്ഛനെ മനസ്സിൽ നല്ലോണം വിചാരിച്ച് അനുഗ്രഹം വാങ്ങിക്കൂ. എന്താ അമ്മേ? പറയാം. ഞാൻ മനസ്സിൽ കരുതിയിരുന്നു ഇതുപോലെ അച്ഛന്റെ മുന്നിൽ വെച്ച് അമ്മയോടൊരു കാര്യം പറയാൻ. പറഞ്ഞോളൂ. പറയാം, പക്ഷെ ആദ്യം അമ്മ എന്തിനാ അനുഗ്രഹം വാങ്ങിക്കാൻ പറഞ്ഞേ? നിങ്ങളോട് രണ്ടുപേരോടും ഒരുമിച്ച് പറയാനായിരുന്നേ. ഞാൻ അച്ഛനോട് പറയട്ടെ? ദാ, ഞാൻ മനുവിന്റെ കല്യാണം ഉറപ്പിച്ചു. ഒറ്റയ്ക്ക് ദൂരെ നാട്ടിലേക്ക് എങ്ങനെ അവനെ തനിച്ച് അയക്കാന്ന് ചിന്തിച്ച് ഉറങ്ങാതെ ഞാൻ കരഞ്ഞത് മുഴുവനും എവിടെയോ ഇരുന്ന് കേട്ടിട്ടുണ്ടാവും. ആ സങ്കടം തീർന്നു. അമ്മേ, ഐ ഹോപ്പ് യു നോട്ട് ജോക്കിംഗ്. നോ മാൻ, അത് ഫിക്സ് ചെയ്തു. എന്നോട് പറഞ്ഞില്ല. ബാംഗ്ലൂരിൽ നിന്ന് പോരണ ദിവസം ഞാൻ ചോദിച്ചല്ലോ മോനോട്.
അമ്മ കണ്ടുപിടിച്ചോട്ടെ നിന്റെ കുട്ടിയെന്ന്. ഹലോ ഹലോ, നീ പറഞ്ഞല്ലോ സമ്മതെന്ന്. അത് ബാംഗ്ലൂരിൽ വെച്ച് യെസ് ശരിയായിരുന്നു. നീ ഇങ്ങനെ ബേജാറാവേണ്ട കാര്യമൊന്നും ഇല്ലടോ. നിനക്ക് പറഞ്ഞാൽ അറിയാവുന്ന കുടുംബത്തിലെ കുട്ടിയാ. സുന്ദരിയാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. നീ പോകുന്ന ലോസ് ഏഞ്ചൽസിൽ സെറ്റിൽഡ് ആണ് അവര്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി വന്നാൽ നാളെ തരക്കേടില്ലാത്ത ഒരു IT ബിസിനസ് ഗ്രൂപ്പിന്റെ ഹെഡ് നീയാണ്. അവൾ ഒരു കുട്ടിയേ ഉള്ളൂ. അമ്മ വാക്ക് കൊടുത്തോ? യെസ് മോനു. പിന്നെ ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഇനി ഇത്തിരി ദിവസങ്ങളേ ഉള്ളൂ. അതൊന്നും നീ അറിയണ്ട. എല്ലാം അമ്മ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹേയ്, എന്തടാ? ഇനി ഇവരോട് പറയാൻ പറ്റില്ല ഇത് നടക്കില്ലെന്ന്. വാക്ക് മാറ്റി പറയേ. നിന്റെ അമ്മ മരിക്കണം. അങ്ങനെ ആരോടെങ്കിലും പറയേണ്ടി വന്നാൽ അതാരെങ്കിലും ഏൽപ്പിച്ച് തങ്കം നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. എന്താ നീ അങ്ങനെ ചോദിച്ചേ? നിനക്ക് ഇഷ്ടമില്ലെന്നുണ്ടോ അതോ പ്രായമായിട്ടില്ലെന്നോ? എന്താ മനു? നിന്നോട് ചോദിക്കാൻ നിൽക്കാതെ അമ്മ ഡിസൈഡ് ചെയ്തതില് നിനക്ക് പരാതി ഉണ്ടാവില്ലെന്നറിയാം. നിന്റെ നന്മ ഉദ്ദേശിച്ചല്ലാണ്ട് അമ്മ എന്തെങ്കിലും ചെയ്യൂ? എന്തും നിനക്ക് സർപ്രൈസ് തന്നിട്ടല്ലേ ഞാൻ കൊണ്ടുതരാറ്. മനുവിന്റെ അഭിപ്രായം അറിഞ്ഞോന്ന് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു അവന്റെ അമ്മയ്ക്കും അവനും ഒരു മനസ്സാണെന്ന്. ഞങ്ങൾക്ക് ഇത്രയും വർഷം ഒരഭിപ്രായമല്ലേ എന്തിലും ഉള്ളൂന്ന്. ഇല്ലടാ? മനു, നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താടാ? പിന്നെ പറയാം. ശരി. അമ്മയോടൊന്നും പറയാൻ എനിക്കപ്പോ ശക്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറയാൻ പോവാ. എന്റെ അമ്മയോട് എനിക്കെല്ലാം തുറന്നു പറയാം. ഇല്ല, കഴിയില്ല മനുവേട്ട. മനുവേട്ടൻ പറയാൻ പോകുന്നത് ആ അമ്മയ്ക്ക് വേദന മാത്രമല്ലേ ഉണ്ടാക്കുള്ളൂ. മനുവേട്ടന് ആ അമ്മയുടെ കണ്ണീര് കാണാൻ കഴിയോ? നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ആരെയും കരയിക്കാൻ പാടില്ല. അതും ആ അമ്മയെ ദൈവം പൊറുക്കില്ല, അതിനെ വേദനിപ്പിക്കുന്നവരോട്. പക്ഷെ ബാല, ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നമ്മളെ നഷ്ടപ്പെടും. അതാണ് വിധീത് കരുതുക. കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ കരുതുക. നിനക്കിത് എങ്ങനെ പറയാൻ കഴിയുന്നു? നിനക്ക് വിഷമമില്ലേ? ഇല്ലെന്ന് പറഞ്ഞ നുണയാവും. പക്ഷെ എനിക്ക് സഹിക്കാൻ കഴിയും. ഈശ്വര നിശ്ചയം നിന്നുണ്ട്. അതിനെ മറികടക്കാനൊന്നും പറ്റില്ല. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്കൊരു വാക്ക് തരണം. ഞാൻ മനുവേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടിപ്പോ കുറച്ച് ദിവസങ്ങൾ അത്രയല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ അമ്മ എന്ന് തൊട്ടുണ്ട് മനുവേട്ടന്റെ കൂടെ. എന്തൊക്കെ വേദന തന്നിട്ടുണ്ടാവും ഇത്രയും വളർത്തിയെടുക്കാൻ. ആ അമ്മയ്ക്ക് വേണ്ടി എല്ലാം അങ്ങോട്ട് മറക്കണം. അമ്മയ്ക്ക് മറ്റൊരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷെ അതിനെ തീ തീറ്റിക്കരുത്. മനു, ദാ വിളിക്കണു, പോ. ആരെങ്കിലും കണ്ട പോവാ. ഞാനാരും കാണാതെ ഇങ്ങനെ കരഞ്ഞു തീർത്തോളാം. പക്ഷെ ഞാൻ മനുവേട്ടനോട് എന്നും ഇങ്ങനെ പറയൂ. പറഞ്ഞിട്ടൊന്നും ഫലമില്ലാച്ച ഞാനിവിടുന്ന് പോവും. എന്തിനും എനിക്ക് ശക്തി തരണേ എന്റെ ഗുരുവായൂരപ്പ. ഇങ്ങനൊരാള് ഈ വീട്ടിലുണ്ടോന്ന് തെരഞ്ഞു നടക്കുകയായിരുന്നു ഞാൻ. എന്താ അമ്മമ്മയെ മറന്നുവോ കുട്ടിയെ? എന്റെ അടുത്തേക്കുള്ള വരവൊക്കെ ദുർലഭമായിരിക്കണു. എന്താ മോളെ, നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? നടക്കാൻ ആയുഷ്മാൻ ഭവ. അങ്ങോട്ട് നടക്ക് കുമ്പിടി സ്വാമിയെ. ശങ്കരമൂശാരിയുടെ മകൻ മണികണ്ഠനാ സ്വാമി. എന്നെ ഒന്ന് രക്ഷിക്കണം.
നിന്നെ ഒരിക്കൽ ഞാൻ രക്ഷിച്ചതാണല്ലോ, ഇനി വേണോ? അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിപ്പോ എന്റെ സഹോദരന്റെ ദേഹത്ത് കൂടിയിരിക്കുക. കളരിപ്പറമ്പിൽ നിന്ന് തന്നെയാ. വല്ലാത്ത ഉപദ്രവമുണ്ട്. അനാവശ്യം പറയാ, ചീത്ത വിളിക്കാ, തെമ്മാടിത്തരം പറയാ, HSB കാക്ക തൂരിന്ന് പറയാ. ശരി, ഞാനൊന്ന് നോക്കട്ടെ. എവനാണ് ഭ്രാന്ത് സ്വാമി? എടാ പട്ടി, കേട്ടാ 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 കേട്ടാ, എനിക്കാ ഭ്രാന്തെന്ന്. മനസ്സിലായി മനസ്സിലായി. എനിക്കല്ല. വടംവലി കളിക്ക. അയ്യോ സ്വാമിയെ പാവത്തിനെ തല്ലിക്കൊല്ലല്ലേ. അവന്റെ ബാധ മാറി. ഇപ്പൊ മറ്റവനാ, അവന്റെ ചേട്ടന്. എന്റെ കുക്ഷി ശാസ്താവേ, എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. ആരാണ് യഥാർത്ഥ ഭ്രാന്തൻ? ഓതിരം, കനകം, കെത്തു, പട, പടച്ചട, കടകം, ചിരകട, കടകം, പുഴചകം. അമ്മേ, അവര് വന്നു. മനു, ആ, നീ ഇവിടെ ഒളിച്ചിരിക്കുക. നാണിച്ചിട്ടാന്നാ മനുവിന്റെ അമ്മമ്മ പറയണേ. ആണോടോ? തങ്കം മോനെ വളർത്തണ പോലെ തന്നെ ഞങ്ങളുടെ സെറ്റിലൊക്കെ ഒരു പറച്ചിലുണ്ട്. അപ്പൊ അവനിത്തിരി ഒതുക്കോ നാണോ ഒക്കെ കാണിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പിന്നെ തങ്ക അങ്ങനെ വീട്ടിലടച്ചിട്ട് വളർത്തിയൊന്നുമല്ല അവനെ. അത്യാവശ്യം കുരുത്തക്കേടുകളൊക്കെ അവന്റെയിലും കാണും. ആ, പെണ്ണ് കാണൽ ചടങ്ങിന്റെ ഫോർമാലിറ്റി രക്ഷപ്പെട്ടു അല്ലേ? അതെ അതെ, ഇതിപ്പോ ചെക്കൻ കാണലായി. ഓ വാ തങ്കം, നമുക്ക് ഇത്തിരി പരിദോഷണം പറയാൻ മാറി. ആ, എന്നെയും കൂടി കൂട്ടറോ? ഞാൻ പിന്നെ എന്താ ചെയ്യാ? അതുവരെ അവരെന്താച്ചാ പറയട്ടെ. ഓക്കെ ഓക്കെ. ഹായ്. Hello? 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 Yes, yes, it's me. I've been trying you. Yes. Please listen. Gosh, it's embarrassing. Hello? ऐसा नहीं है. अरे listen. You listen. Listen, okay? Now what? അല്ല അല്ല, ആരാത്? ഞങ്ങളുടെ മനുക്കുട്ടന്റെ ചുന്തിരി കുട്ടിയല്ലേ? ഈ വല്യമ്മമാരൊക്കെ അറിയോ? ഈ വല്യമ്മമാർക്ക് മോളുടെ കല്യാണത്തിന് ചുറ്റാനേ ഓരോ പട്ടുപടവ് വാങ്ങി തന്നോളൂ. ഈ വേശാമണി അമ്മയുടെ ഒരു കാര്യം, ഈ കുട്ടിയുടെ അതിന് മാത്രമൊക്കെ പാള എവിടുന്ന? ഞാൻ അച്ഛനോട് പറയാം. തങ്ക കട്ടിയല്ലേ ഇത്? മോക്ക് പൊന്നിഷ്ടല്ലേ? എടി അത്താഴത്തിനേ മനുഷ്യൻ നാക്കിൽ വെക്കാവുന്ന വല്ലതും കാലാക്കാൻ നോക്ക്. മോൾക്ക് പായസം ഇഷ്ടാണോ? ഇല്ല, ഞങ്ങള് ചിലപ്പോഴേ ഡിന്നറിനുണ്ടാവും. അയ്യോ, അച്ഛനോട് ചോദിക്കണം. ഞാൻ വരട്ടെ. കാർത്തിയായനി വല്യമ്മേ, ഇത്രയും നാള് ഞാൻ ഉണ്ടാക്കിയിരുന്നൊക്കെ നാക്കിൽ തന്നെ അല്ലേ വെച്ചിരുന്നേ? വല്ലാണ്ട് ഭരണം വേണ്ട കേട്ടോ. അഹങ്കാരി. നല്ല അസല് മോള്. അയ്യോ സ്വർണമാണേ. മനുക്കുട്ടനുമായിട്ട് എന്തൊരു ചേർച്ചയാണപ്പാ. നല്ല ചേർച്ച തന്നെയാ, സംശയമൊന്നുമില്ല. ചേരേണ്ടത് ചേരട്ടെ. അത് കാണാൻ ഒരു ദുശകനം പോലെ ബാലാമണി ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. എന്നാ പുറപ്പെടല്ലേ? ആ പഴയ സ്ഥാനം അവിടെ ഉണ്ടാവോ ആവോ? മാണിവല്യമ്മയുടെ ചായ്പിലെ ചെമ്പൂരിളിയും വെക്കണ മൂലയിലെ കരിപിടിച്ച ചൊവരെ പോയിട്ട് നേരെ മുണ്ടൻ നായരൊന്ന് കാണണം. ബാലാമണി ഗുരുവായൂര് കുളിച്ചതൊഴിലും ഭജനയൊക്കെ കഴിഞ്ഞ് എത്തിന്ന് പറയാൻ. മണിയേ, മായന്നൂരുള്ള പല പെറുക്കികളും എന്നെ മുണ്ടെന്നായിരുന്നു വിളിക്കാറുണ്ട്. വിളിച്ചോട്ടെ. പക്ഷെ നീ വിളിച്ചാ എനിക്ക് ഇത്തിരി സങ്കടമുണ്ട് മണിയേ. ആ സങ്കടം. നല്ല നേരത്താണല്ലോ വരവ്. ഞാൻ ഇറങ്ങാൻ നിക്ക. എങ്ങടെ? ഇവിടെ കല്യാണൊക്കെ അടുത്തിരിക്കുക. നീ എവിടേക്ക് ഇറങ്ങണ കാര്യം പറയണേ? എന്റെ വീട്ടിലേക്ക്. ഏത്? കൈപ്പുള്ളി ഹൗസോ?
കൈപ്പുള്ളി ഹൗസ് കോപ്പറേറ്റീവ് ബാങ്കുകാർ ജപ്തി ചെയ്തിട്ട് 6 കൊല്ലായില്ലോ. ഇനിയിപ്പൊ ഞാൻ അറിയാത്ത വേറെ ഹൗസ് ഉണ്ടോ നിനക്ക്? ഏതെങ്കിലും നരകത്തിൽ അടുക്കളയിൽ പോയി പുകയുണ്ടാ. എന്തായാലും ഇവിടെ ഇറങ്ങാന്നാ പറഞ്ഞത്. നീ എന്താ ഇത്? നിന്റെ അനുജത്തി സരോജിനിയെ ഞാനും കമലവും കൂടി എറണാകുളത്ത് കൊണ്ടുപോവാ. അടുത്ത ആഴ്ച അവളുടെ ഓപ്പറേഷൻ ഉറപ്പിച്ചു. അതിന്റെ ചെലവിലേക്ക് ഇവിടത്തെ ഉണ്ണിയമ്മയുടെ കയ്യിൽ നിന്ന് നിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞ് 5000 രൂപ വാങ്ങിയത് ഈ ബാഗിലുണ്ട്. തിരിച്ചു കൊടുക്കണോ? സരോജിനി കുട്ടിയുടെ ഹാർട്ട് ഓപ്പറേഷൻ നടത്തണോ? പറഞ്ഞോ ബാലാമണി. എന്തൊരു ജന്മ ഈശ്വര എന്റേത്. മോളെ, ഇവിടെ എനിക്ക് സ്വർഗാന്ന് പറഞ്ഞ നിനക്കിപ്പോ എന്ത് പറ്റി? ഒരു ഗതിയും പരഗതിയില്ലാത്ത പെണ്ണ് ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാലും കേക്കും ചീത്ത. ഒന്നും എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇനി ഇവിടെ നിക്കാന്ന് വെച്ച എനിക്ക് വയ്യ. ഞാൻ നിർബന്ധിക്കില്ല എന്ന് വെച്ചോ. നീ പോയിക്കോ. പോയിട്ടോ. അടുക്കളപ്പണിക്ക് ആരെങ്കിലും വിളിക്കാതിരിക്കില്ല. ഇവിടേക്ക് നിന്നെ കൊണ്ടുവരുമ്പോ നിനക്ക് ഇവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യവും സ്നേഹവും എന്താകുമെന്ന് എനിക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. മറ്റൊരിടത്തെ സ്ഥിതി എന്താവും? വീണ പൊട്ടുന്ന പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ വിശ്വസിച്ച് എവിടേക്കാ ഞാൻ പറഞ്ഞയക്ക? എല്ലാം അങ്ങോട്ട് മറക്കുക. എന്നിട്ട് കുറച്ചു കാലം കൂടി ഇവിടെ അങ്ങോട്ട് നിൽക്ക്. നിനക്ക് വിധിച്ചിട്ടില്ലാത്തത് നിനക്ക് വേണ്ടാന്ന് അങ്ങോട്ട് കരുതുക. അതിനുള്ള ശക്തി നിനക്ക് ഗുരുവായൂരപ്പൻ തരും. എടോ ബാലാമണി, ഉണ്ണി വന്നു. ആ, ഇന്ന് വെളുപ്പിനെത്തി. എന്നിട്ട് എവിടെയാള്? ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. തിരക്കുണ്ട്. വർത്തനൊക്കെ പിന്നെ. അവനുള്ളതല്ലേ. ആരെങ്കിലും കുട്ടികളും കാണും കാപ്പിക്ക്. എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ഒരു നിമിഷം കൊണ്ട് എല്ലാം അങ്ങോട്ട് തീരുംച്ച. ചാടട്ടെ എന്റെ കൃഷ്ണ ഞാൻ. ഏയ് ബാലമണി, വെറുതെ കളിക്ക് കയറി നിന്നാണെങ്കിൽ ഇറങ്ങിക്കോളൂ. അതിന്റെ പടവ് മുഴുവൻ ഇളകി കിടക്കുക. ഇനി വേറെ വല്ല ഉദ്ദേശമാണെങ്കിൽ വേണ്ട. എന്താ ഇങ്ങനെ തുറച്ചു നോക്കണേ? മനസ്സിലായില്ലേ? ആരാ? ഒരയൽവാസിയാണ്. ഓ, ഉണ്ണികൃഷ്ണൻ. അല്ല, ഉണ്ണിയേട്ടൻ. ജാനുവച്ചി പറഞ്ഞു വന്നൂന്ന്. കാണാം. നിങ്ങളുടെ കല്യാണം കഴിയണവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെയോ? അതെ, അമ്പലപ്പാട്ടെ. ശരി, പോട്ടെ. ഒന്നോർത്ത ബാലാമണി പൊട്ടിന്നെയാ. കടും പൊട്ടി. മാനത്തെ അമ്പിളിമാമനെ കയ്യിൽ കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കരഞ്ഞ പൊട്ടക്കുട്ടി. മൂന്ന് നേരം ആഹാരം തരുന്ന ഈ വീടിനോട് നന്ദികേട് കാട്ടാൻ പാടില്ല ഞാൻ. ഇനി ബാലാമണി ആ പഴയ കുട്ടി തന്നെയാവും. ഈ വിളക്കിനി മുടങ്ങാണ്ട് തെളിയിച്ചോളാം ഞാൻ. വലിയ വലിയ കള്ളത്തിരിമാലികളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയണ എന്റെ ഭഗവാനെ, ഈ സാധു പെണ്ണിനോട് പൊറുക്കണട്ടോ.